നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ വിവാഹത്തേക്കാൾ പ്രാധാന്യം അച്ഛന്റെ തീരുമാനത്തിന് അല്ലേ? അല്ല, കെട്ടുന്നവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം. ആതിരെ സന്ദീപ് ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഒരു ആലോചനയ്ക്ക് നിൽക്കില്ലായിരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സന്ദീപിന്റെ ആതിരയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവർ രണ്ടുപേരുവാ. അഭിപ്രായം പറയാന്നല്ലാതെ തീരുമാനം എടുക്കാൻ ആർക്കും അവകാശമില്ല. അത് ആരായാലും ശരി. തെറ്റായ തീരുമാനം എടുത്താൽ അത് തിരുത്തപ്പെടുക തന്നെ വേണം. അർച്ചന, താൻ പറയുന്നൊക്കെ ശരിയാ. അച്ഛൻ ഇതേ അവസ്ഥയിൽ കിടന്ന് എന്നോട് പറഞ്ഞിട്ടാ ഞാൻ തന്നെ വിവാഹം കഴിച്ചത്. എന്നിട്ടോ? എന്നിട്ട് നമ്മുടെ ജീവിതം എന്തായി? വിവാഹത്തിന് മുൻപ് ഒരു തവണ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ അന്നേ ഞാൻ പിന്മാറില്ലായിരുന്നോ? സച്ചേട്ടൻ അച്ഛന്റെ ആഗ്രഹത്തിന് ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നു. അപ്പുറത്ത് നിൽക്കുന്നവർക്കൊരു മനസ്സുണ്ടെന്നും അവൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്നതെന്നും മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിനിടയിൽ സച്ചേട്ടൻ മറന്നുപോയി. അതെന്റെ വിധിയാ. എനിക്കതിലെ പരാതിയില്ല. ഈ വിവാഹത്തോടെ സച്ചി അർച്ചന ജീവിതം ആവർത്തിക്കപ്പെടുക, സന്ദീപിലൂടെ അനഘയിലൂടെയും. അതൊക്കെ വിവാഹശേഷം അവർ തമ്മിൽ സ്നേഹിച്ചു തുടങ്ങും, പരസ്പരം മനസ്സിലാക്കി തുടങ്ങും. ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ മറ്റെല്ലാവരുടെ മനസ്സിൽ നിന്നും മാറി അവരവളെ സ്നേഹിച്ചു തുടങ്ങും. പിന്നെന്താ സച്ചേട്ടാ ആ ഭാഗ്യം എനിക്ക് കിട്ടാതെ പോയത്? വിവാഹം ഒന്നിന്റെ അവസാന വാക്കല്ലെന്ന് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് തെളിയിച്ചു തന്നതല്ലേ? അർച്ചനെ പോലെ എല്ലാം ഉള്ളിലൊതുക്കി എന്നെങ്കിലും ഭർത്താവിന്റെ സ്നേഹവും പരിചരണത്തിനും കാത്തിരിക്കുന്ന ഒരു ഭാര്യയായിരിക്കാൻ അനഘയ്ക്ക് പറ്റുമെന്ന് സച്ചേട്ടന് തോന്നുന്നുണ്ടോ? ഇനിയൊരു പരീക്ഷണം നടത്തണോ നമ്മള്? അച്ഛന്റെ ആഗ്രഹപ്രകാരം സച്ചേട്ടൻ എന്നെ വിവാഹം കഴിച്ചു. ഏടത്തിയുടെ ജീവിതം പകുതിയിൽ നിന്നതുകൊണ്ട് പ്രായശ്ചിത്തമായി സന്ദീപിനെ കൊണ്ട് അനഘയെ വിവാഹം കഴിപ്പിക്കുന്നു. ഇതിനിടയിൽ ആരുടെയൊക്കെയോ ജീവിതവും സ്വപ്നങ്ങളും ഒക്കെ തകർന്നു വീഴുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മക്കളുടെ സന്തോഷം എന്ന തെറ്റിദ്ധാരണയിലൂടെ അച്ഛനെടുത്ത തീരുമാനം നമ്മൾ തിരുത്തണം. കാര്യങ്ങൾ പറയേണ്ട പോലെ പറഞ്ഞ അച്ഛന് മനസ്സിലാവും. എന്റെ സ്വന്തം അച്ഛനായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കൊരു മോളുടെ സ്നേഹവും വാത്സല്യവും സംരക്ഷണവും അദ്ദേഹം തന്നിട്ടുമുണ്ട്. ആ ഒരു അവകാശത്തിലാണ് ഞാനീ പറയുന്നത്. അച്ഛനെ ഏത് വിധേനയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും. എന്റെ ശ്രമം പരാജയമാവുമെങ്കിൽ മാത്രമേ സന്ദീപും അനഘയും തമ്മിലുള്ള വിവാഹം നടക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.